DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ കർഷകർക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക കൈത്താങ്ങാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. ബ്ലേഡ് പലിശക്കാരുടെ കെണിയിൽപ്പെടാതെ വളരെ കുറഞ്ഞ പലിശയ്ക്ക് കൃഷിക്ക് ആവശ്യമായ പണം ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ ഈ പദ്ധതിയിൽ RBI വളരെ വിപ്ലവകരമായ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ലോൺ പരിധിയിലെ വർധനവ്, ഈടില്ലാതെ ലഭിക്കുന്ന തുക, ഡിജിറ്റൽ പരിഷ്കാരങ്ങൾ എന്നിങ്ങനെ കർഷകർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ കർഷകരായ സുഹൃത്തുക്കൾക്കായി ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്താണ് KCC എന്ന് ലളിതമായി പറഞ്ഞാൽ ഇതൊരു കാർഡ് രൂപത്തിലുള്ള കാർഷിക ലോൺ സംവിധാനമാണ്. വിത്തുകൾ, വളം, കീടനാശിനികൾ എന്നിവ വാങ്ങാനും വിളവെടുപ്പിന് ശേഷമുള്ള ചിലവുകൾക്കും മറ്റു കുടുംബ ആവശ്യങ്ങൾക്കും ഈ തുക ഉപയോഗിക്കാം. ആർക്കൊക്കെയാണ് ഈ കാർഷിക ലോണിന് അപേക്ഷിക്കാം എന്ന് നോക്കാം. ഒന്നാമതായി, സ്വന്തമായി കൃഷിഭൂമിയുള്ള വ്യക്തികൾക്കും സംയുക്ത കർഷകർക്കും ഇതിനായി അപേക്ഷിക്കാം. അതുപോലെ പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർ, പങ്കു കൃഷിക്കാർ, കർഷകരുടെ സ്വയം സഹായ സംഘങ്ങൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ എന്നിവർക്കും അപേക്ഷിക്കാം. കൂടാതെ മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കോഴി വളർത്തൽ, മത്സ്യബന്ധനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ലോൺ ലഭിക്കും. KCCയുടെ ഏറ്റവും വലിയ ആകർഷണം ഇതിന്റെ കുറഞ്ഞ പലിശ നിരക്കാണ്. സാധാരണയായി ഈ ലോണിന്റെ പലിശ നിരക്ക് 7%. എന്നാൽ കർഷകർ കൃത്യസമയത്ത് ലോൺ തുക തിരിച്ചടയ്ക്കുകയാണെങ്കിൽ അവർക്ക് 3% പ്രത്യേക ഇളവ് ലഭിക്കും. അതായത് ഫലത്തിൽ വെറും 4% പലിശ നിരക്കിൽ കർഷകർക്ക് ഈ ലോൺ സ്വന്തമാക്കാം. ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചാൽ കിട്ടുന്ന പലിശയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് കർഷകർക്ക് ഇവിടെ വായ്പ ലഭിക്കുന്നത്. ഇനി ഈ വർഷത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് വരാം. കർഷകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില നിർണായക മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്നാമതായി, ഈടില്ലാത്ത വായ്പ പരിധി വർദ്ധിപ്പിച്ചു. മുൻപ് 1,60,000 രൂപ വരെയായിരുന്നു ഈടൊന്നും നൽകാതെ ലോൺ ലഭിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം 2 ലക്ഷം രൂപ വരെ യാതൊരുവിധ സെക്യൂരിറ്റിയോ ഭൂമിയുടെ പ്രമാണമോ പണയപ്പെടുത്താതെ കർഷകർക്ക് ലോൺ ലഭിക്കും. ഇത് ചെറുകിട പാട്ട കർഷകർക്ക് വലിയ ആശ്വാസമാണ്. കൂടാതെ മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം MISS പ്രകാരം കുറഞ്ഞ പലിശ നിരക്കിൽ ലഭിക്കുന്ന കാർഷിക വായ്പയുടെ പരിധി 3 ലക്ഷം രൂപയിൽ നിന്നും 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. KCC ലോണിന്റെ പ്രധാന പ്രത്യേകത അനുവദിക്കപ്പെട്ട ലോൺ എമൗണ്ടിൽ നിങ്ങൾ എടുത്തിട്ടുള്ള എമൗണ്ടിന് മാത്രം പലിശ എടുക്കുകയുള്ളൂ എന്നതാണ്. 2 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളതെങ്കിൽ തുടക്കത്തിൽ കൃഷി ചെലവിന് 50,000 രൂപയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ആ തുകയ്ക്ക് മാത്രമായിരിക്കും പലിശ ഈടാക്കുക. കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോണിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തുക പിൻവലിക്കാവുന്നതും തിരിച്ചടയ്ക്കാവുന്നതുമാണ്. ലോൺ കാലാവധിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുൻപ് KCCയുടെ കാലാവധി 5 വർഷമായിരുന്നെങ്കിൽ പുതിയ കരട് നിർദ്ദേശപ്രകാരം ഇത് 6 വർഷമായി നീട്ടിയിട്ടുണ്ട്. ഇതുമൂലം കർഷകർക്ക് എല്ലാ വർഷവും ബാങ്കിൽ കയറിയിറങ്ങി ലോൺ പുതുക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാകും. സാങ്കേതിക ചിലവുകൾ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തി കൃഷി കൂടുതൽ സ്മാർട്ട് ആക്കുന്നതിന്റെ ഭാഗമായി മണ്ണ് പരിശോധന, റിയൽ ടൈം കാലാവസ്ഥാ പ്രവചന സേവനങ്ങൾ, ഓർഗാനിക് ഫാമിംഗ് സർട്ടിഫിക്കേഷൻ എന്നിവയ്ക്കുള്ള ചിലവുകൾ കൂടി KCC ലോൺ പരിധിക്കുള്ളിൽ അനുവദിക്കാൻ RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന മാറ്റം വിളവെടുപ്പ് കാലഘട്ടം ഏകീകരിച്ചു എന്നതാണ്. ചുരുങ്ങിയ കാലയളവിലുള്ള വിളകൾക്ക് 12 മാസവും ദീർഘകാല വിളകൾക്ക് 18 മാസമായി തിരിച്ചടവ് കാലാവധി കൃത്യമായി നിശ്ചയിച്ചു. ഇനി എങ്ങനെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോണിനായി അപേക്ഷിക്കാം എന്ന് നോക്കാം. നിങ്ങൾക്ക് പൊതുമേഖലാ ബാങ്കുകൾ, SBI പോലെയുള്ളവ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവ വഴി KCCക്ക് അപേക്ഷിക്കാം. ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ നേരിട്ട് ബ്രാഞ്ചിൽ ചെന്നോ അപേക്ഷ സമർപ്പിക്കാം. ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷാ ഫോം, ഐഡന്റിറ്റി അഡ്രസ് പ്രൂഫ് അതായത് ആധാർ കാർഡ്, വോട്ടർ ID, പാൻ കാർഡ് പോലുള്ളവ, കൂടാതെ റവന്യൂ അധികാരികൾ സാക്ഷ്യപ്പെടുത്തിയ ഭൂനികുതി രസീതും നിലവിലെ കൃഷി വിവരങ്ങളും, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് അപേക്ഷയോടൊപ്പം വേണ്ടിവരിക. പലിശ ഇളവ് കൃത്യമായി ലഭിക്കുന്നതിന് ബാങ്ക് അക്കൗണ്ടുമായി ആധാർ കാർഡ് ലിങ്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് PM കിസാൻ സമ്മാൻ നിധി, അതുപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത് കർഷക ID സ്വന്തമാക്കേണ്ടത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. കർഷക ID ഉള്ളവർക്ക് മാത്രമാണ് ഇനി കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുക. പരമ്പരാഗത രീതികളിൽ നിന്നും മാറി ഡിജിറ്റലായും സ്മാർട്ടായും നമ്മുടെ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ KCC വായ്പ വലിയൊരു സഹായമാണ്. അർഹരായ എല്ലാ കർഷകരും ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുക. ഈ പ്രധാനപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ.